പടച്ചവനെ എത്രയോ പാവപ്പെട്ടവരുണ്ട്, യതീമീങ്ങളുണ്ട്, വിവാഹപ്രായം കഴിഞ്ഞിട്ട് കെട്ടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ, വീടിനകത്തിരുന്ന് കണ്ണിനീര് കുടിക്കുന്ന പാവപ്പെട്ട മക്കളുണ്ടല്ലോ. പടച്ചവനെ, നമ്മളെല്ലാവരും പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ ധരിച്ചിട്ട് നമ്മളൊക്കെ വല്ലാത്ത സന്തോഷവാ. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പരിസരങ്ങളില് എത്രയോ പാവപ്പെട്ടവര് പട്ടിണി കിടക്കുന്നുണ്ട്, തിരിഞ്ഞു നോക്കാത്തവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പാവങ്ങളെ സഹായിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്റെ ആയുസ് നീട്ടി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. പടച്ച റബ്ബ് നിന്റെ ആയുസ് നീട്ടി തരും, ഒരു പാവപ്പെട്ടവനെ സഹായിച്ചാ കിട്ടുന്ന പ്രതിഫലവാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പാതിരാത്രി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂട്ടുകാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നാളെ രാവിലെ കച്ചവടത്തിന് പോകുകയാ നബിയേ. ഇനി തിരിച്ചു വരൂല നബിയേ, ഇനി തിരിച്ചു വരൂല നബിയേ, ഇനി തിരിച്ചു വരുന്നത് മയ്യത്താ നബിയേ. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് യാത്രയാക്കടേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, റസൂലുള്ളാഹി സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് യാത്ര പറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട്, യാ റസൂലല്ലാഹ്, ഞാൻ കച്ചവടത്തിന് പോകുകയാ നബിയേ. പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. ലോകത്തിന്റെ നേതാവ് കെട്ടിപ്പിടിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് കെട്ടിപ്പിടിക്കുകയാ. സാധാരണ അങ്ങനെ ചെയ്യാറില്ല, സാധാരണ റസൂലുള്ള അങ്ങനെ കെട്ടിപ്പിടിക്കാറില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അത്ഭുതത്തോടെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നെന്തേ നബിയേ പ്രത്യേകത എന്ത്? അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. കാരണം ഇനി തിരിച്ചു വരില്ലല്ലോ, ഇനി തിരിച്ചു വരുന്നത് മയ്യത്താണല്ലോ, പറഞ്ഞത് ജിബ്രീലാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ യാത്രയാക്കുകയാ. പല സഹാബത്തും ചോദിച്ചു, എന്തേ നബിയേ ഇന്ന് കെട്ടിപ്പിടിച്ച് യാത്രയാക്കാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ അത് മനസ്സിലാകും സഹാബ. എന്റെ പ്രിയമുള്ളവരെ, ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മസ്ജിദുൻ നബവിയുടെ മുന്നിലിരിക്കുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ജീവനോടെ തിരിച്ചു വരികയാ, ജീവനോടെ തിരിച്ചു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം മയ്യത്തെ വരൂ എന്ന് ജിബ്രീൽ പറഞ്ഞതാ, പക്ഷേ ജീവനോടെ വന്നിരിക്കുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീൽ, എന്തേ സംഭവിച്ചത്, എന്തേ സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ വന്നവർ മുഴുവനും പടച്ചവരെ പോകുന്ന വഴിയില് അല്ലാഹുവേ ഭക്ഷണം തയ്യാറാക്കാൻ ഒരു വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് അല്പം സൗകര്യം തരുമോ? ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്താ, ഞങ്ങൾക്ക് ഭക്ഷണം വെക്കാൻ അല്പം സൗകര്യം ചെയ്തു തരുമോ? ഒരു പ്രായമുള്ള ഉമ്മയോട് ചോദിക്കുമ്പോ, അല്ലാഹുവേ ഞങ്ങളെ സൗകര്യം തരാ. അവര് മുഴുവനും സഹാബത്ത് മുഴുവനും നിസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോ കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാ. അല്ലാഹുവേ, സഹാബത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവരോട് അവിടെന്ന് പറഞ്ഞു, ഇത്രയും ഭക്ഷണം തയ്യാറാക്കാൻ ഈ പ്രായമുള്ള ഉമ്മയെ കൊണ്ട് കഴിയില്ല. ഈ വീടിനകത്ത് വേറെ ആരോ ഉണ്ട്, ഈ വീടിനകത്ത് വേറെ ആരോ ഉണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിച്ചു, ഉമ്മ, ഈ വീടിനകത്ത് നിങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് ആ പ്രിയപ്പെട്ട മാതാവ് കരന്നുകൊണ്ട് പറയുന്നു, തങ്ങള്
യതീമായ 2 പെൺകുട്ടികളുണ്ട്. ഒരുപാട് പ്രായമായ യതീമായ 2 പെൺകുട്ടികൾ എന്റെ വീടിനകത്തുണ്ട്. അല്ലാഹുവേ, വിവാഹപ്രായം കഴിഞ്ഞിരിക്കുകയാ, അവരാരും വിവാഹം കഴിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹു ഞങ്ങൾക്കൊരു ജീവിതം തരുമെന്ന് കരുതിയിട്ട് എന്റെ മക്കളാണ് ഭക്ഷണം വെച്ച് തന്നതെന്ന് പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയോ. അദ്ദേഹത്തിന്റെ കൂടെ വന്നവരെ വിളിച്ചിട്ട് പറയുന്നു, ആരെങ്കിലും ഈ പെൺമക്കൾക്ക് ഒരു ജീവിതം കൊടുക്കുവോ? ഈ 2 പെൺകുട്ടികൾ ആരെങ്കിലും വിവാഹം കഴിക്കുവോ? നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാ. അല്ലാഹുവേ, അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന സമയത്താണ് യതീമായ 2 പെൺകുട്ടികളുടെ വിവാഹം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നടത്തി കൊടുക്കുന്നത്. ആ സമയത്ത് അല്ലാഹു വിളിച്ചിട്ട് പറയുന്നു, അസ്റായീലേ, റൂഹ് പിടിക്കല്ലേ, റൂഹ് പിടിക്കല്ലേ. ആ സഹാബിക്ക് ഞാൻ ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, പാവപ്പെട്ടവരെ സഹായിച്ചാൽ, യതീമീങ്ങളെ സഹായിച്ചാൽ, ഒരു നേരത്തെ മരുന്നിന് വകയില്ലാത്തവന് മരുന്ന് വാങ്ങിക്കൊടുത്ത പടച്ചുറപ്പ് നിനക്ക് തരുന്ന 1ാമത്തെ പ്രതിഫലമെന്ത്? അല്ലാഹു നിന്റെ ആയുസ് നീട്ടിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? 2ാമത്തെ പ്രതിഫലമെന്ത്? അല്ലാഹു ദുർമരണങ്ങളെ തൊട്ട് നിന്നെ കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആത്മഹത്യ കൂടുന്ന കാലമല്ലേ, ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്ന കാലമല്ലേ എന്റെ പ്രിയമുള്ളവരെ. അങ്ങനെ ഒരു മരണത്തെ തൊട്ട് നിന്നെ പടച്ചവനെ സംരക്ഷിക്കുകയാ. 3ാമത്തെ പ്രതിഫലമുണ്ട്, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നീ രക്ഷപ്പെടുകയാണ്. പടച്ചവന്റെ കോപത്തിൽ നിന്നുള്ള രക്ഷയാണ്. 4ാമത്തെ പ്രതിഫലമുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് ഉസ്താദ് കണ്ണുനീര് കുടിക്കുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ. എന്റെ ഭാര്യയുടെ പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ കുത്തുവാക്കും പരിഹാസവും കളിയാക്കലുമല്ലാതെ പടച്ചവനെ പെട്ടുപോയല്ലോ, മക്കളായി പോയല്ലോ. മക്കളെ ഓർത്തിട്ട് മെഴുകുതിരി എരിഞ്ഞു തീർക്കുന്നത് പോലെ സ്വന്തം ജീവിതം എരിച്ചു തീർക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹുവേ, ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ പെണ്ണുങ്ങളുണ്ടല്ലോ, കണ്ണുനീര് കുടിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഭർത്താവിനെ നന്നാക്കണമെന്ന് ദുആ ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, ചെറുപ്പക്കാരാ, നിന്റെ ഇണയെ അല്ലാഹു നന്നാക്കി തരും. നിന്റെ ഭാര്യ സാലിഹത്താകും, നിന്റെ ഭർത്താവ് സാലിഹാകും. എന്റെ പ്രിയമുള്ളവരെ, സദഖ ചെയ്താ കിട്ടുന്ന 4ാമത്തെ പ്രതിഫലമാ 5. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ, നിന്റെ മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതിയില്ല. നിന്റെ മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതിയുണ്ടല്ലോ. നാട്ടുകാരുടെ മുന്നിൽ കളിയാക്കുന്ന, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന, നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തിയിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടല്ലോ. 18ഉം 19ഉം വർഷക്കാലം പോറ്റി വളർത്തിയ പൊന്നുപോൾ നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും നാണം കെടുത്തിയിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ നാണം കെട്ട് നടക്കുന്നൊരവസ്ഥയുണ്ടല്ലോ. കള്ളു കുടിച്ചിട്ട് വീട്ടിൽ കയറി വന്ന് ഉപ്പയെ തല്ലുന്ന മക്കളുണ്ട്, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ട്. അല്ലാഹുവേ, പണം കെട്ടി ഒരു വലിയ വീട് വന്നു ഒരു പണക്കാരിയായ പെണ്ണിനെ കെട്ടിക്കഴിയുമ്പോ പ്രായമായ വാപ്പയെയും ഉമ്മയെയും വൃദ്ധസദനത്തിലേക്ക് കൊണ്ട് വലിച്ചെറിയുന്ന മക്കളുണ്ടല്ലോ. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഏത് കാലഘട്ടമെന്നറിയുമോ? പ്രായമുള്ള ഉമ്മയെ കാണിച്ചിട്ട് തന്റെ കൂട്ടുകാരോട് ഇതാണ് എന്റെ ഉമ്മയെന്ന് പറയാ. ഇന്നത്തെ യുവതലമുറകൾക്ക് നാണക്കേട് തോന്നുന്ന കാലവാ. സ്വന്തം ഉമ്മയെ ചാക്കിനകത്ത് കെട്ടിയിട്ട്, രോഗം പിടിച്ച പ്രായമുള്ള ഉമ്മാനെ ചാക്കിൽ കെട്ടിയിട്ട്, അല്ലാഹുവേ, റോഡിന്റെ ചാരത്ത് കൊണ്ടുവന്ന് തള്ളിയിട്ടിട്ട് പോകുന്ന മക്കളുടെ കാലവാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള വാപ്പാ, റസൂലുള്ള പറയുന്നു, നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ
മക്കള് കാരണം കണ്ണിനീര് കുടിക്കേണ്ട ഗതി നിനക്ക് വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആറാമത്തെ പ്രതിഫലമെന്ത്? ആറാമത്തെ പ്രതിഫലമെന്ത്? ഇന്ന് നിന്റെ വീട് കാണാ പാവങ്ങളെ സഹായിച്ച, യതീമീങ്ങളെ സഹായിച്ച നിന്റെ വീട് കാണാൻ റഹ്മത്തിന്റെ മലക്കിറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ വീട് കാണാ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. ഇത് ദുനിയാവിലെ പ്രതിഫലമാ, ഇത് ദുനിയാവിലെ പ്രതിഫലമാ. ഇനി മരണത്തിന്റെ പ്രതിഫലം കേൾക്കടോ, ഇനി മരിക്കുന്ന സമയത്ത് കിട്ടുന്ന പ്രതിഫലം കേൾക്കടോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വാപ്പാ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഈ കൊടുക്കുന്ന സൽക്കർമ്മത്തിന്റെ പ്രതിഫലമായ സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യവാ, സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യവാ. പ്രസവ വേദന അനുഭവിച്ചിട്ട് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണ് യതീമായ മക്കളെ സഹായിച്ച, പാവങ്ങളെ സഹായിച്ച, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കൊടുത്ത, അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുത്ത, മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് കിതാബ് വാങ്ങിക്കൊടുത്ത, ഇതുപോലെയുള്ള നല്ല സദസ്സുകൾക്ക് കൊടുത്ത അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം മരിക്കുന്ന സമയത്ത് കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യവാ. അല്ലാഹുവിന്റെ സ്വർഗം കണ്ടിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് നെറ്റിത്തടം വിയർത്തിട്ട് മൂക്കിന്റെ ദ്വാരം ഇങ്ങനെ വിശാലമായി മുഖം പ്രകാശിക്കുന്ന രീതിയിൽ കിടക്കുന്നാനുള്ള ഭാഗ്യവാ. രണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് പോകുമല്ലോ. എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിൻകാരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉഹുദുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ, ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേൽക്കുകയാ. അവര് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അവര് പറവകളെ പോലെ പറക്കുകയാ. പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പരലോകത്ത് കൂടെ പറന്ന് പറന്ന് പോവുകയാണ്. അവര് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്കുണ്ടല്ലോ, അവിടുന്ന് ചോദിക്കുന്നു, നിങ്ങൾ ആരാ? പറവകളെ പോലെ പറന്ന് വരുന്നല്ലോ, പറവകളെ പോലെ പറന്ന് വരുന്നല്ലോ, നിങ്ങളാരാ? നിങ്ങളാരാ? നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? ആ സമയത്തിന്റെ പ്രിയമുള്ളവര് റിദ്വാൻ എന്ന മലക്ക് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു, ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞു, നീ സിറാത്ത് കടന്നിട്ടാടോ വന്നത്? എന്റെ പ്രിയമുള്ളവരെ, പറക്കാ മോഹമുണ്ടോ? പറക്കാ മോഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജിഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫബകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. പടച്ചുറപ്പേ, ഏറ്റവും ശർറായ ദിവസം നിനക്ക് വിജയമാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, പടച്ചവരെ, പാപങ്ങളെ സഹായിച്ച എത്രയോ പാവപ്പെട്ടവരുണ്ടല്ലോ, മദ്രസ തുറക്കാൻ പോവുകയാണ്, കിതാബ് വാങ്ങാൻ, ഖുർആൻ വാങ്ങാൻ, മദ്രസയിൽ പഠിക്കുന്ന പുസ്തകം വാങ്ങാ കഴിവില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട് ചെറുപ്പക്കാരാ. കൊടുത്താ കിട്ടുന്ന പ്രതിഫലമാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറവയെ പോലെ പടച്ചവൻ
പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പറക്കാറുള്ള ഭാഗ്യവാ. എന്റെ പ്രിയമുള്ളവരെ, മരണവേദനയുടെ വേദന അനുഭവിച്ച പെണ്ണു അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അന്നത്തെ ദിവസമെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല പെങ്ങള്, അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല. അല്ലാഹുവേ, പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടുന്ന ദിവസമാ. നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടും മക്കളല്ലാരോട് പറയുമല്ലോ, എന്റെ ഉപ്പാനെ നരകത്തിൽ എറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തരുമോ? എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എനിക്ക് സ്വർഗം താ, എന്റെ ഉപ്പയെയും ഉമ്മയെയും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ എന്ന് പറയുന്ന ദിവസം നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാട്. 3 മരണത്തിന് ശേഷമുള്ള 3ാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ 4 നഫർ. നീ റബ്ബിനോട് സ്വർഗം ചോദിക്കണ്ട, നീ അല്ലാഹുവിനോട് സ്വർഗം തരണേ, സ്വർഗം തരണേ. ഞാനും നിങ്ങളും എപ്പോഴും ചോദിക്കുന്നത് സ്വർഗമാ. അല്ലാഹുവോട് എപ്പം ദുആ ചെയ്താൽ അല്ലാഹ് എനിക്ക് സ്വർഗം തരണേ, സ്വർഗം തരണേ, സ്വർഗം തരണേ. ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ റസൂലുള്ളാഹി പറയുകയാ, സ്വർഗം ദുആ ചെയ്യുന്നു അല്ലാഹ് 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ. സ്വർഗമാണ് ദുആ ചെയ്യുന്നത്, സ്വർഗമാ ദുആ ചെയ്യുന്നത്. 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ അല്ലാഹ്. സ്വർഗം ദുആ ചെയ്യുന്ന 4 വിഭാഗത്തിൽ 1ാമത്തെ വിഭാഗം മുത്തഇമുൽ ജിയാൻ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന്, പാപങ്ങളെ സഹായിക്കുന്നവന് സ്വർഗം കാത്തിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4ാമത്തെ പ്രതിഫലം പറഞ്ഞു നിർത്തുകയാണ്. 4ാമത്തെ പ്രതിഫലം പറയുകയാ. റസൂലുള്ളാഹി പറയുന്നു, സഹാബാ, പാപങ്ങളെ സഹായിക്കുന്നവർ, യതീമീങ്ങളെ സഹായിക്കുന്നവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം വലകാഹു നളറതം വസുറൂറാ, അല്ലാഹനെ കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.